വെഹിക്കിൾ മോഡിഫിക്കേഷൻ നടക്കൂ? നിയമപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കും, ശരിയല്ലേ? ഇന്ത്യൻ ഭരണഘടനയിലെ കൺകറന്റ് ലിസ്റ്റ് എൻട്രി 35 പ്രകാരം സ്റ്റേറ്റ്സിനും അതിനുള്ള അവകാശമുണ്ട് മെക്കാനിക്കലി പ്രൊപ്പൽഡ് വെഹിക്കിൾസിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. പക്ഷേ അതിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടല്ലോ സർക്കാർ. ഒന്നാമത്, നിലവിലെ നിയമം എന്ന് പറയുന്നത് മോട്ടോർ വെഹിക്കിൾസ് ആക്ട് ആണ്, 1988. സെക്ഷൻ 52 വൃത്തിയായി പറയുന്നുണ്ട് നോ മോഡിഫിക്കേഷൻ ഫ്രം ദ ബേസിക് സ്ട്രക്ചർ എന്നുള്ളത്. ഇനി രണ്ടാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 2019 ഒരു സുപ്രീം കോർട്ട് ജഡ്ജ്മെന്റും ഉണ്ട് ഇതൊന്നും പാടില്ല. ഇത് രണ്ടുമാണ് നിലനിൽക്കുന്നത്. ഇനി ഇതിനൊക്കെ മറികടന്ന് നമ്മുടെ സ്റ്റേറ്റ് ഒരു നിയമം കൊണ്ടുവന്നാൽ തന്നെ ആർട്ടിക്കിൾ 254 സബ്സെക്ഷൻ 1 പ്രകാരം ഒരു കേന്ദ്ര നിയമവും അതുപോലെ തന്നെ ഒരു സംസ്ഥാന നിയമവും തമ്മിൽ കോൺഫ്ലിക്ട് ഉണ്ടായാൽ ഓൾവേസ് കേന്ദ്ര നിയമത്തിനാണ് മുൻതൂക്കം. അപ്പൊ അവിടെയും പാടിപ്പോകും. സേഫ് മോഡിഫിക്കേഷൻ അപ്രൂവൽ തരുമെന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ 30 വർഷമായിട്ട് സുപ്രീം കോടതി പോലും ഈ പറഞ്ഞ സേഫ് മോഡിഫിക്കേഷൻ ഏതാണെന്ന് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. ഇനി നാലാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 254 സബ്സെക്ഷൻ 2 പ്രകാരം എന്ത് ചെയ്യാനായിട്ട് പറ്റും? സ്റ്റേറ്റിന് പ്രസിഡന്റിന്റെ അപ്രൂവലിന് വേണ്ടി അയക്കാം ഒരു അമെന്റ്മെന്റ് ബില്ലൊക്കെ തയ്യാറാക്കിയിട്ട്. പക്ഷേ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മറ്റുള്ള എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും വിഭിന്നമായിട്ട്, അതായത് എക്സെപ്ഷണലി നമ്മുടെ സ്റ്റേറ്റിന്, നമ്മുടെ കേരളയ്ക്ക് അപ്രൂവൽ തരുന്നൊക്കെ? ഇനിയിപ്പോ ഈ പറഞ്ഞ ഡീലും മറ്റുള്ള കാര്യങ്ങളും ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല, അപ്രൂവൽ കിട്ടുമോ എന്നുള്ളത് അറിയില്ല.